അധികാരം പിടിക്കുന്ന ജോസ് കെ മാണിയുടെ അധികാര രാഷ്ട്രീയത്തിന് കേരള ജനത അന്ത്യം കുറിച്ചിരിക്കുന്നു. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയും മന്ത്രി റോഷി അഗസ്റ്റിനും അടക്കം മത്സരിച്ച 12 സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടതോടെ കേരള കോൺഗ്രസ് എമ്മിന് സമ്പൂർണ്ണ പരാജയം നേരിടേണ്ടി വന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും ദയനീയ പരാജയമാണിത്. നിയമസഭയിൽ ഒരംഗത്തെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത നാണം കിട്ട തോൽവി. പാലായുടെ മാണിക്യമാർന്ന പിതാവ് KM മാണി 13 തവണ വിജയിച്ച പാലാ മണ്ഡലത്തിലാണ് ജോസ് കെ മാണി സി കാപ്പനോട് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. ജലവിഭവ മന്ത്രിയായിരുന്ന റോഷി അഗസ്റ്റിൻ ഇടുക്കിയിൽ കോൺഗ്രസിലെ റോയ് കെ പൗലോസിനോടും ദയനീയമായ തോൽവി ഏറ്റുവാങ്ങി. UDF-ൽ ധനകാര്യ വകുപ്പും ജലവിഭവ വകുപ്പും ചീഫ് വിപ്പ് സ്ഥാനവും വഹിച്ചിരുന്ന UDF-ലെ രണ്ടാമത്തെ ഘടകകക്ഷിയായിരുന്ന കേരള കോൺഗ്രസ് എം 2020-ലാണ് ഇടതുപക്ഷത്തേക്ക് മാറിയത്. മുന്നണി ധാരണ പ്രകാരം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈമാറാൻ തയ്യാറാവാത്തതിനെ തുടർന്നാണ് കേരള കോൺഗ്രസ് എമ്മിനെ UDF പുറത്താക്കിയത്. 4 പതിറ്റാണ്ട് UDF-ന്റെ അവിഭാജ്യ ഘടകമാർന്ന കേരള കോൺഗ്രസ് എം പിന്നീട് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നു. 2015-ൽ ബാർ കോഴ കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്ന് KM മാണി ധനകാര്യ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നിരുന്നു. ബാർ കോഴ കേസിൽ KM മാണി കോഴമാണി എന്ന് വിളിച്ചാക്ഷേപിച്ച ഇടതുപക്ഷം പറഞ്ഞതെല്ലാം വിഴുങ്ങി മാണിയുടെ പാർട്ടിയെ ഇടതുമുന്നണി ഘടകകക്ഷിയാക്കി 2021-ലെ പിണറായി വിജയൻ സർക്കാരിൽ ജലവിഭവ വകുപ്പ് കേരള കോൺഗ്രസ് എമ്മിലെ റോഷി അഗസ്റ്റിന് നൽകി. KM മാണിയുടെ പുത്രനും പാർട്ടി ചെയർമാനുമായ ജോസ് കെ മാണിക്ക് രാജ്യസഭാ അംഗത്വവും നൽകി. 2021-ൽ കേരള കോൺഗ്രസ് എമ്മിന് ഇടതുമുന്നണി നൽകിയ 12 സീറ്റിൽ 5 വിജയിക്കാൻ കഴിഞ്ഞിരുന്നു. KM മാണി 13 തവണ തുടർച്ചയായി വിജയിച്ച പാലാ സീറ്റിൽ ഇടത് തരംഗം ഉണ്ടായിട്ടും മകൻ ജോസ് കെ മാണി പരാജയപ്പെട്ടത് തിരിച്ചടിയായിരുന്നു. ഇത്തവണ പാലാ തിരിച്ചുപിടിക്കുമെന്ന് പ്രഖ്യാപിച്ചാണ് ജോസ് കെ മാണി മത്സരിച്ചത്. രണ്ടാം വട്ടവും പരാജയപ്പെട്ടത് അപ്രതീക്ഷിത തിരിച്ചടി തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് കേരള കോൺഗ്രസ് എമ്മിന്റെ UDF പ്രവേശനത്തിന് കത്തോലിക്ക സഭ നേതൃത്വം സമ്മർദ്ദം കൊടുത്തിട്ടും മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇതിനെ എതിർത്തത്. റോഷിയെ മുന്നിൽ നിർത്തി പാർട്ടി പിളർത്തുമെന്ന ഭീഷണി CPM മുഴക്കിയതോടെയാണ് ജോസ് കെ മാണി മുന്നണി മാറ്റം ഉപേക്ഷിച്ചത്. ഈ പിന്മാറ്റം കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ അസ്തിത്വം തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്.